പറ. ആദ്യം എന്നോട് പറയേണ്ട രണ്ട് കാര്യങ്ങൾ. ഓക്കെ. ഒന്നാമത്തെ വണ്ടിയിൽ ഇരുന്നിട്ടേ സംസാരിക്കാൻ പാടുള്ളൂ. ഓക്കെ. രണ്ടാമത്തെ കാര്യം പുറത്തേക്ക് ഇറങ്ങാനേ പാടില്ല. ഓക്കെ. മൂന്നാമത്തെ കാര്യം ഞാൻ ചോദിക്കണേ മാത്രം മറുപടി തരിക. ഓക്കെ. എന്തുകൊണ്ട് നീ എന്നെ തെറ്റി? ഞാൻ ഇങ്ങോട്ട് തെറ്റുന്ന എന്റെ മൂത്തിനോട് ഇഞ്ഞെന്ത് വർത്താനം പറയുന്നേ? എന്ത് മുത്തജിനെ ഉദ്ദേശിക്കുന്നത്? എന്ത് മുത്തജ് ഉദ്ദേശിച്ചത്? എടാ മറന്നോ? ഞാൻ ഒരിക്കലും മറക്കില്ല കരീമ. ഞാന് നേരിച്ചാല് ഞാൻ ഇങ്ങോട്ട് പറഞ്ഞുതരാം. ഞാൻ ദുബൈയിൽ വന്നേരം ഞാൻ ചേർത്ത് പിന്നെ അന്ന് വന്നല്ലാണ്ട് പിന്നെ വന്നിക്കില്ല. ശരി തന്നെയാ. വരാത്തതിന്റെ കാരണം എന്ന് വെച്ചാല് ഞാൻ ഓരോരോ പരിപാടിയിലായിപ്പോയതാ. അല്ലെങ്കിൽ ഞാൻ വരൂല കരീമ. ഇപ്പില്ലാന്ന് പറഞ്ഞിട്ട് എനിക്ക് ഞാൻ 2 സ്പൂൺ അധികം ഇപ്പിട്ടെന്ന് കഞ്ഞില്. അത് ഓർമ്മ ഉണ്ടോ? അതെല്ലാം ഓക്കെ. ഞാൻ ഇങ്ങോട്ട് പറഞ്ഞില്ലേ, എനിക്ക് ഇനി എന്റെ ഏട്ടൻ്റെട്ടാ ഏട്ടനില്ലേ ഏട്ടനല്ലേ ഞാൻ എന്റെ ആയിട്ട് അന്നക്കാടി ചെറുതാ ഞാന്. അതെങ്ങനെയാ? എനിക്ക് എത്ര വയസ്സുണ്ട്? എനിക്ക് 36-37 വയസ്സുണ്ട്. അനക്ക് എത്രയാ? ഒരു തുള്ളി മീസില്ല, ഒരു തുള്ളി താടില്ല. ഒരു മിനിറ്റ്. ഇത് ഇങ്ങോട്ട് തെറ്റുള്ള ഇങ്ങനത്തെ വർത്താനം എന്നോട് പറയണ്ട. എനിക്ക് എന്നെ കണ്ട മൂത്തിയാണ്. കളിയും ചുരി നിൽക്കും. സത്യം പോലെ പറയണം. ആ സത്യം പോലെ തന്നെയാ പറയുന്നത്. അല്ലാണ്ട് കളവൊന്നും ഞാൻ പറഞ്ഞില്ല. ഞാൻ കൂടുതല് ഏ എങ്ങനെ കന്നക്കാട്ടി വയസ്സ് കൂടുതല്? അവർക്ക് കണക്കാ. എനിക്ക് എത്ര വയസ്സായി? 24. എന്നാ എനിക്ക് കോളേജിലാറ്റം പോറ. ഇതന്നെ ദുബൈയിൽ വന്ന അപ്പൊ 16 വയസ്സിലാ മംഗലം കഴിച്ച. അപ്പൊ ഇനി 14 വയസ്സിലാ മംഗലം കഴിച്ച. 12 വയസ്സില് അതെല്ലാവർക്കും അറിയണല്ലേ. ഇവിടെ ചങ്ങായി, ഞാൻ ഇങ്ങോട്ടൊരു കാര്യം ഞാൻ പറഞ്ഞിട്ടാ. ഇങ്ങോട്ടൊരു സംഗതി ഞാൻ പറഞ്ഞുതരാം, കേട്ടോ ശരിക്ക്. അതായത് ഞാൻ കാണുന്നതെന്ന് വെച്ചാൽ എൻ്റെ ഒരു ഏട്ടനെ പോലെയാണ്. എനിക്ക് സ്വന്തം കരീമ. ഞാൻ ഇങ്ങോട്ട് പറഞ്ഞുതരാം. ഞാൻ ഏട്ടനാക്കി എൻ്റെ ഏട്ടൻ്റെ ഒട്ടാണ് ഞാൻ കാണുന്നത്. ഇനി കേക്ക്. കുറച്ച് ദിവസം ഞാൻ ബിസി അല്ല ആയിപ്പോയിക്ക്. ഇൻഷാല്ലാ ശനിയാഴ്ച ഞാൻ ഇതിൻ്റെ അടുത്ത് വരുന്നുണ്ട്. ഓക്കെ. ഇതിന്റെ അടുത്ത് വന്നിട്ട് കാര്യമില്ല. എന്താ? ഞാൻ ശനിയാഴ്ച തായ്ലാന്റ് പോവാ. ഇനി തായ്ലാന്റ് പോയിക്കണ്ട. തായ്ലാന്റിൽ ഞാൻ വരും. പിന്നെ വാതിൽ തുറക്കാനുള്ള ഇത് കിട്ടിയിട്ടുണ്ട്. കത്തക്കുത്തു എന്തേ? കത്തക്കുത്തു. അത് ഞാൻ നാട്ടിൽ എന്നാ നിക്കരിക്ക. തത്തക്കൊത്തു എന്ന് പറഞ്ഞാല് നമ്മളെ തെങ്ങിന്റെ മണ്ടക്ക് ഒരു ഓൾസ് തുറക്കും. ഒരു കൊത്തുണ്ട്, തത്തക്കൊത്ത്. അതിങ്ങനെ ഓൾസ് തുറന്നിട്ട് ഒരു മാളം പോലെ ആക്കും. അതിനാ തത്തക്കൊത്തു എന്നറിയാം. അത് മറ്റേത് എടാ, പിന്നെ നമ്മളവിടെ മറ്റേ സാധനത്താണ്, മറ്റേ തേങ്ങക്ക് ഓട്ടത്തിന് തെങ്ങിന് ഓട്ടത്തിന് സാധനത്തിന് മരക്കൊത്തി. അത് ഞങ്ങളുടെ മരക്കൊത്തി എന്ന് പറയാം. ഞങ്ങളുടെ നാട്ടിൽ തത്തക്കൊത്ത് എന്ന് പറയോ, അതുപോലെ തന്നെ മരക്കൊത്തി എന്ന് പറയും. എന്നിട്ട് അത് ഓട്ടാക്കി കിളീനെ വെക്കുന്നിട്ട് നമ്മള് കേറി പോയി കിളീനെ പിടിക്കും. അതന്നെ. അതിന്റെ മരക്കൊത്തി എന്ന് പറയാ. അടി കഴിഞ്ഞ് പോന്ന ഇപ്പൊ അല്ലല്ല, അവിടെ അല്ലേ പോണ തായ്ലാന്റ്. തത്തക്കൊത്തി തുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുറക്കും, വാതിൽ തുറക്കുന്നാണ്. അവിടുത്തെ ഭാഷയൊക്കെ കുറച്ചൊക്കെ പഠിക്കണം ചങ്ങായി. ഓക്കെ. ഇനി ഞാൻ ഇങ്ങോട്ടൊരു കാര്യം ഞാൻ ചോദിക്കട്ടെ. ഇങ്ങോട്ട് 2-3 പ്രാവശ്യം ഞാൻ വിളിച്ചിക്കല്ല, അന്ന് ഇനി ഫോൺ എടുക്കാത്ത അതാണ്. പക്ഷെ ഇത് കാരണം ചോദിക്കുന്നോട് എന്താ മാനസികമായിട്ട് തളർന്നു ഞാൻ. എന്തിന്? ഞാനിവിടെ ഗെയിം കളിക്കുമ്പോ എനിക്ക് ഇവിടെ പൂക്കൾ ഇടാതെ അപ്പുറത്ത് പോയിട്ട് ഗിഫ്റ്റ് അടിച്ച് ഞാൻ കണ്ടു. അത് ഇനി പണിഷ്മെന്റ് എടുക്കുമ്പോ എനിക്ക് ചിലപ്പോ ഡാൻസ് തരൂല. അത് ഇഞ്ച ഡാൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടാ. അവിടെ പോയി ജയിപ്പിച്ചു കൊടുത്ത്. അത് ആരെ ജയിപ്പിച്ചു കൊടുത്തത്? അത് നോക്കണ്ട കരീമ, അതെല്ലാം ഉണ്ടാവും. പെരയിൽ വന്നത്
ആ എന്റെ പെരയിൽ വന്നിട്ട് 3 ഡ്രസ്സാണ് ഒരു ഷെഡിൽ അവിടുന്ന് കൊണ്ടുപോയി. ആ. ഒരു ചങ്ങായി ഒരു ചങ്ങായി ഇവിടുന്ന് ചിരിച്ചു വിടുന്നുണ്ട്. ഓൻ പറയുന്നേ ഇതെന്താണ് നാടകം ആണോ? ഇത് പറയും ആ സാധനം ഇതുവരെ ഇവിടെ എത്തിച്ചെന്നിട്ടില്ല. എന്തിന് ഏത് ആ പരക്കുന്നിടുന്ന ഡ്രസ്സിക്കകത്ത് സദ്യ അതിപ്പോ ചായന്റെ ഇരിപ്പയായിപ്പോ 3 പാന്റ് അതെ ഓട്സ് വന്നിട്ട് 3 പാന്റ് 3 ഷർട്ടും പോയിക്കോട്ടെ. അത് അരിപ്പായിട്ട് പൊരയില് ഇടവലത്തുള്ള പണിക്കാർക്ക് കൊടുത്തേക്ക് പൂയായിരിക്കും. അല്ല കരിമിട്ട സദ്യയല്ലേ എന്തേ എടുത്തു കൊണ്ടുപോകുമ്പോ ഒരു വാക്കിനോട് കരിമ അത് കൊണ്ടുപോണ്ടെന്ന് എന്ത് പറയാനാ? ചട്ടിയടുത്തെല്ലാം പറയുന്ന ചട്ടിയടുത്തേക്ക് അതിലും വലിയ നാണക്കിടുന്ന എന്താ കറുമുറ്റി മരത്തും ആഫ്രിക്കയിൽ എത്തിയാ കറുമുറ്റി ആടെ ലുലു വില്ലേജിലാ എന്തൊരു അടൊന്നുമില്ല, ഫ്ലാറ്റ് എല്ലാം എടുത്തിട്ട് ഇനിയാന്നില്ല അടിപൊളിയായിട്ട് കഴിയുന്ന നമ്മള് ആസിഫുണ്ട് ഞെക്കിക്കൊണ്ടിരിക്കുന്നത്. കൊന്നെടുക്കണ്ട കട്ടാക്ക് എല്ലാവർക്കും ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു. നൗഫൽ എവിടെ? നൗഫൽ ഇതാണ്. നൗഫൽ ഞാനും കുറെ ദിവസമായിട്ട് തെറ്റിലായിരുന്നു. ഇപ്പൊ ഞങ്ങളെ പിണക്കം മാറി. കാരണമുണ്ട്, തെറ്റാനുള്ള കാരണമുണ്ട്. ഞാൻ ഇവിടെ ഗെയിം കളിക്കുമ്പോൾ അപ്പുറത്ത് പോയി ജയിപ്പിച്ചു. അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അത് എനിക്ക് എന്തെങ്കിലും പറയാണ്ടോ? മൊട്ടത്തല അനക്ക് പറയാനുണ്ട്. അനക്കിന്റെ ഡാൻസ് കണ്ടിട്ടാണ് ജയിപ്പിച്ച. അതിനിഞ്ഞ് ഇങ്ങനെ പരിഭവം പോക്കേണ്ടിയെന്ന് ആവശ്യമൊന്നുമില്ല. എടോ ഡാൻസ് വേണമെന്ന് എനിക്ക് എന്നോട് പറഞ്ഞാ പോരെ? അല്ല ഇനിയിപ്പോ ഒരു ഡാൻസ് കളിച്ചാ എടുത്ത് നമുക്ക് പോവാന്നാവാ ഏതാണ്ട് അഞ്ഞ് ഇത് എന്നാ എന്നാ ഇല്ലുമിനാട്ടി അണ്ണൻ നമ്മുടെ പാട്ട് പാടിക്കോ, ഞാൻ കളിച്ചതാ. പാട്ട് പാടിക്കോ, മൈ കമന്റ് വായിക്കോ. ഓക്കെ നിങ്ങളേത് പാട്ട് പാടിക്കോ. ഞാനാ പാടുവാ ഇഞ്ഞി വെക്കാണ്. ആ ഓക്കെ. നാടിൻ നന്മകനെ പൊന്മകനെ മുത്തായവനെ സൂര്യൻ ചന്ദ്രനും ഒന്നായവനെ അടുത്തിഞ്ചല്ലേ വെക്ക്. എന്നാ കരോക്കെ വെക്ക്. കരോക്കെ വെച്ചിട്ട് ഞാൻ പാടാം. കരോക്കെ വെച്ചിട്ട് ഞാൻ പാടാം. ഓക്കെ ഇനി ഡാൻസ് അന്റെ കരമൊക്കെ വെച്ച് പാരാനൊന്നും ഇവിടെ നേരമില്ല. കിട്ടുന്നില്ല മാസോട് സാധനം പരിമിറ്റാ